നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇസ്രായേൽ ജനതയെപ്പറ്റിയും ഇസ്രായേൽ എന്ന രാജ്യത്തെപ്പറ്റിയുമാണ്. തേനും പാലും ഒഴുകുന്ന ഒരു നാടിനെപ്പറ്റി യഹൂദന്മാരുടെ വിശുദ്ധ ഗ്രന്ഥത്തിലും എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും വിശുദ്ധ ബൈബിൾ അടക്കമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതാണ് കനാൻ ദേശം, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. യഹൂദർ തങ്ങളുടെ പിതാമഹനായി കരുതുന്ന അബ്രഹാമിന് ദൈവം വാഗ്ദാനം ചെയ്ത രാജ്യമാണത്. ക്രിസ്ത്യൻസ് വിശ്വാസികളുടെ പിതാവായി അബ്രഹാമിനെ കരുതുന്നു. വാഗ്ദാനം ചെയ്ത രാജ്യമാണ് ഇസ്രായേൽ. ഈ കനാൻ ദേശം ഏതാണെന്നോ, ഇന്നത്തെ ഇസ്രായേലും പാലസ്തീനും ഒക്കെ ചേർന്ന പ്രദേശമാണ്. ക്രൈസ്തവരുടെ ബൈബിളിലും അബ്രഹാമിനെ പറ്റിയും കനാൻ ദേശത്തെപ്പറ്റിയും വിശദമായി രേഖപ്പെടുത്തുന്നുണ്ട്. യഹൂദർ, യൂദർ, ജൂതർ എന്നൊക്കെ അറിയപ്പെടുന്ന യഹൂദ മതവിശ്വാസികളുടെ നാടാണ് ഇന്നത്തെ ഇസ്രായേൽ. ലോകത്തിലെ ഏക യഹൂദ രാഷ്ട്രമാണ് ഇസ്രായേൽ. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ 12 മക്കളിൽ നിന്നാണ് 12 യഹൂദ ഗോത്രങ്ങളുണ്ടായത്. യാക്കോബിന് ഇസ്രായേൽ എന്നൊരു പേരുകൂടി ഉണ്ട്. യാക്കോബിൻ്റെ മക്കളെന്ന അർത്ഥത്തിൽ ഇസ്രായേൽക്കാർ എന്നും യഹൂദർ അറിയപ്പെട്ടു. 12 ഗോത്രങ്ങളിൽ ഏറ്റവും ശക്തം യൂദായുടെ ഗോത്രമായിരുന്നു. അങ്ങനെയാണ് യൂദന്മാർ എന്ന പേരുണ്ടായത്. ഹിബ്രു അഥവാ എബ്രായയാണ് യഹൂദരുടെ ഭാഷ. പണ്ടത്തെ പാലസ്തീൻ്റെ ഒരു ഭാഗമാണ് ഇത്. പിന്നീട് ഇസ്രായേൽ എന്ന രാജ്യമായി മാറിയത്. ബാക്കി ഭാഗം ഇന്നും പാലസ്തീൻ എന്നും തന്നെ അറിയപ്പെടുന്നു. അറബികളാണ് പാലസ്തീനിലെ ഇപ്പോഴത്തെ താമസക്കാർ. മധ്യപൂർവ്വ ദേശത്താണ് ഇസ്രായേലിൻ്റെയും പാലസ്തീൻ്റെയും സ്ഥാനം. ഏഷ്യാ ഭൂഖണ്ഡത്തിലാണെങ്കിലും യൂറോപ്പും ആഫ്രിക്കയും ഇസ്രായേലിനോട് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡങ്ങളാണ്. ലബനൻ, സിറിയ, ജോർദാൻ, ഈജിപ്റ്റ് എന്നിവയാണ് ഇസ്രായേലിൻ്റെ അയൽ രാജ്യങ്ങൾ. ഇസ്രായേൽ, ജോർദാൻ, ഈജിപ്റ്റ് എന്നിവയുടെ നടുവിലാണ് പാലസ്തീൻ. 1948 രൂപീകരിക്കപ്പെട്ടപ്പോൾ മുതൽ അയൽ രാജ്യങ്ങളുമായി യുദ്ധത്തിലാണ് ഇസ്രായേൽ. കൃഷി, വ്യവസായം എന്നിവയിലേറെ പുരോഗതി പ്രാപിച്ച രാജ്യമാണ് ഇസ്രായേൽ.